Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Morning, ma'am. Good morning. Prayer പറഞ്ഞോ കേട്ടോ. Prayer ആരാണ്? Ma'am. പറഞ്ഞോ. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. ഒന്നു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. താങ്ക് യു മിസ്. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. I thought of it. പറഞ്ഞോ. Your time is limited, so don't waste it living someone's life. Steve Jobs. സൈനി, നിങ്ങൾ സൈനി പറഞ്ഞു തുടങ്ങിയിട്ടില്ലേ? തുടങ്ങിയായിരുന്നു മാം, പക്ഷെ ഇന്ന് ആരും ഗ്രൂപ്പിൽ ഒരു മെസ്സേജും കണ്ടില്ലായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ആക്ഷൻ സോങ്ങോ സ്റ്റോറിയോ അല്ലെങ്കിൽ ഹലോ, സോറി ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നേ. ഓക്കെ, ഇനി ഞാൻ ഇങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂ വരാണെങ്കിൽ നിങ്ങൾ കോളിൽ തന്നെ സ്റ്റേ ചെയ്യണം കേട്ടോ, ലെഫ്റ്റ് ആവരുത്. സോറി. അപ്പോൾ നമ്മൾ പറഞ്ഞത് സൈനിനെ കുറിച്ചിട്ടാണ്. സൈനിൻ ആരെങ്കിലും ഒരാളൊന്ന്
ഓരോരുത്തരും മാറി മാറി ചെയ്യാം. ഒരാൾ തന്നെ എല്ലാ ദിവസവും സൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബോറായിരിക്കും. അപ്പോ എല്ലാവരും മാറി മാറി ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ന്യൂസ് റിപ്പോർട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയോ അങ്ങനെ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് നമ്മൾ ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് അല്ലായിരുന്നു? അതെ മാം. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് നോക്കി. അതേപോലെ തന്നെ ഓക്കെ, ദെൻ നമ്മൾ കോമൺ ഡിസീസ് ഇൻ ചിൽഡ്രൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? വൂഫിംഗ് കഫും ഡിഫ്തീരിയയും നോക്കി തോന്നുന്നു. അതെ മാം. ടെറ്റനസും പറഞ്ഞു. ടെറ്റനസിന്റെ മീനിങ് പറഞ്ഞു തോന്നുന്നുണ്ട്. ഞാൻ ടിഡിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെറ്റനസ് എന്ന് പറയുന്നത് മുറിവിലൂടെയാണ് ഇതിന്റെ ജേംസ് അല്ലെങ്കിൽ ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവുന്നത്. ചെറിയ മുറിവുകളിലൂടെയാണ് ബാക്ടീരിയ എന്ത് ചെയ്യുന്നത്, ബോഡിയിലേക്ക് എൻ്റർ ആകുന്നത്. ദെൻ അത് നമ്മളുടെ മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തെയാണ്. പിന്നെ നമ്മുടെ മസിൽസിന്റെ ഇൻഡിഫറൻസ്, മസിൽ സ്പാം, നമുക്ക് മസിൽസ് മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതൊക്കെ വരാനായിട്ട് കാരണമാകുന്നു ഈ ഒരു അസുഖം. ടെറ്റനസ് വരാതിരിക്കാനായിട്ട് ഇപ്പൊ നമ്മൾ ചെറിയ മുറിവൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, തീറ്റി എടുക്കാൻ പറയും ഇല്ലേ? ടെറ്റനസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാലുമൊക്കെ ചെറിയ മുറിവ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീറ്റി എടുക്കണം എന്ന് പറയാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ തീറ്റി എടുക്കുന്നത് ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് വാക്സിൻ ആണ്. അപ്പൊ നമ്മൾക്കറിയാം, നമ്മൾ ചിലപ്പോൾ കാലിന് ചെറിയ മുറിവൊക്കെ ഉണ്ടെങ്കിൽ ചപ്പലൊന്നും ഇടാണ്ട് പുറത്തോട്ടൊന്നും പോകില്ല. പക്ഷെ കുട്ടികൾ അങ്ങനെയാണോ? കുട്ടികള് അല്ല, അവര് അത്രയും കോൺഷ്യസ് ആയിരിക്കില്ല. ചെറിയ മുറിവാണെങ്കിലും അവര് ചിലപ്പോ ഗ്രൗണ്ടിലൊക്കെ പോയി കളിക്കും, ഫുട്ബോളൊക്കെ കളിക്കും. അപ്പൊ ഈ ടെറ്റനസ് എന്ന് പറയുന്ന ജേം അല്ലെങ്കിൽ സി ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ മെയിൻ ആയിട്ട് കാണുന്നത് കൗഡങ് ആൻഡ് ഹോസ്റ്റങ്ങിലാണ്. സോ ഇതിൽ കാണുമ്പോൾ നമ്മളിപ്പോ ചിലപ്പോൾ ഗ്രൗണ്ടിന്റെ അടുത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കൗവിനെയോ അല്ലെങ്കിൽ ഹോസ്റ്റിനെയൊക്കെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് മേ ബി ഈ ഗ്രൗണ്ടിലൊക്കെ വരാനും ഈ ബാക്ടീരിയ മണ്ണിലുണ്ട്, ഓൾറെഡി മണ്ണിലുള്ളതാണ്. ഈ ചെറിയ മുറിവിലൂടെ എന്താണ് കുട്ടിയുടെ ബോഡിയിലേക്ക് എൻ്റർ ആവും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ ജേംസ് ആ മുറിവിലൂടെ കുട്ടിയുടെ ബോഡിയിൽ എൻ്റർ ആകുന്നു. പിന്നെ ആ കുട്ടിക്ക് ഈ സിംറ്റംസും കാര്യങ്ങളും വരും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കുഞ്ഞു മുറിവാണെങ്കിൽ പോലും പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം അല്ലെ? നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ വാഷൊക്കെ ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് ബാൻഡേജ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം പാരന്റ്സിനുള്ള പോലെ തന്നെ നമ്മൾ ഓരോ ടീച്ചേഴ്സിനും ആ ഒരു ഉത്തരവാദിത്തം ഉണ്ട്. കാരണം നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കണം, അവർ നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുള്ള ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. സോ നമുക്ക് ടെറ്റനസ് എന്താണെന്ന് നമുക്ക് റീഡ് ചെയ്യാം. The germs enter the body through injuries and it acts on the nervous system. Interference in muscles is a primary symptom of this disease. അപ്പോൾ നമ്മുടെ മസിൽസിലെ ഇൻഡിഫറൻസ് ആണ് മെയിൻ ആയിട്ടുള്ള പ്രൈമറി സിംറ്റം. The muscle spasms make spinning difficulties and even the patient will not able to breathe in advanced condition. മസിൽ സ്പാം വരും, അതേപോലെ തന്നെ നമുക്ക് സ്പിന്നിങ് ഡിഫിക്കൽറ്റീസ്, മൂവ്മെന്റ്സ് ഒന്നും പ്രോപ്പർ നമ്മൾ മൂവ് ചെയ്യാനൊക്കെ പറ്റാത്തൊരവസ്ഥ അഡ്വാൻസ്ഡ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ബ്രീതിങ് ഡിഫിക്കൽറ്റീസ് വരും. The bacteria that causes this disease grow in cow dung or horse dung, etc. മെയിൻ ആയിട്ട് ഈ ബാക്ടീരിയ എന്തിലാണ് ഗ്രോ ചെയ്യുന്നത്? കൗ ഡങ് അല്ലെങ്കിൽ ഹോസ് ഡങ്ങിലാണ് മെയിൻ ആയിട്ട് ഗ്രോ ചെയ്യുന്നത്. ആൻഡ് ഈവൻ സ്മോൾ വൂണ്ട്, ചെറിയൊരു വൂണ്ടിലൂടെ ഈവൻ സ്മോൾ വൂണ്ട് ഷുഡ് ബി കെയർഡ് ഫോർ പ്രോപ്പർലി. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് കാലുമൊക്കെ ചെറിയ മുറിവുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കണം. കാരണം അവര് മണ്ണിനോട് കൂടുതൽ പാദങ്ങളാണ് ടച്ച് ചെയ്യുന്നത്. സോ ഈ ബാക്ടീരിയ ഒരു കാരണവശാലും നമ്മുടെ കുട്ടിയുടെ മുറിവിലൂടെ ബോഡിയിൽ എൻ്റർ ചെയ്യാൻ പാടില്ല. എൻ്റർ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. സോ പ്രോപ്പർലി, ചെറിയൊരു മുറിവാണെങ്കിൽ പോലും അത് പ്രോപ്പർലി കെയർ ചെയ്യണം. ഇനി മുറിവ് കാലുമ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മുറിവ് ഉണങ്ങുന്നത് വരെ, അത് കൊണ്ട് ഫുള്ളായിട്ട് റിക്കവർ ആവുന്നത് വരെ നമ്മുടെ കുട്ടികളെ മണ്ണിൽ കളിക്കാൻ അനുവദിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ടെറ്റനസ് ക്ലിയർ ആണോ? ടെറ്റനസ് പോളിയോ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്.
നമ്മൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? എല്ലാ വർഷവും പോളിയോ തുള്ളിമരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് ഇല്ലേ? അതിന്റെ ഫലമായിട്ടാണ് എന്ന് തോന്നുന്നു കേരളത്തില് 2000-ന് ശേഷം എന്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല? പോളിയോ എന്ന് പറയുന്ന അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2000-ന് ശേഷം 2025 25 വർഷമായിട്ട് കേരളത്തിൽ ഇതുവരെയും പോളിയോ എന്ന് പറയുന്ന അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഇന്ത്യയില് 2011-ന് ശേഷം പോളിയോ എന്ന് പറയുന്ന അസുഖം എന്ത് ചെയ്തിട്ടില്ല? റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ലോകാരോഗ്യ സംഘടന WHO കേട്ടിട്ടുണ്ടോ? ലോകാരോഗ്യ സംഘടന കോവിഡിനെ മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, WHO നമ്മൾ 2014 മാർച്ചില് ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ മുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. പോളിയോ മുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? പോളിയോ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പോളിയോ തുള്ളിമരുന്നായിട്ട് ഓറൽ പോളിയോ വാക്സിൻ ആയിട്ടും ഇനാക്റ്റീവ് പോളിയോ ഇഞ്ചക്ഷൻ രൂപത്തിൽ ഇനാക്റ്റീവ് പോളിയോ IPV OPV ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? വാക്സിൻസ് കൊടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലും കേരളത്തിലും മാത്രമാണ് പോളിയോ റിപ്പോർട്ട് ചെയ്യാത്തത്. നമ്മളുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള എന്താ പറയാ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനിലൊക്കെ ഇന്നും പോളിയോ എന്ന് പറയുന്ന അസുഖം എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും അയൽരാജ്യങ്ങളിൽ പോളിയോ രോഗം ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നതിലാണ് നമ്മൾ കുട്ടികൾക്ക്, നമ്മുടെ ജനറേഷനിൽ അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾക്ക് ഈ പറയുന്ന ഒരു മഹാമാരി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? വാക്സിൻസ് കൊടുക്കുന്നു. ഇനി പോളിയോമെൻജൈറ്റിസ് എന്ന് പറയുന്ന വൈറസ് ആണ് പോളിയോ സ്പ്രെഡ് ചെയ്യുന്നത്. എന്താണ് സ്പ്രെഡ് ചെയ്യുന്നത്? പോളിയോമെൻജൈറ്റിസ് എന്ന് പറയുന്ന വൈറസ് ആണ് പോളിയോ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. പോളിയോ എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർമനന്റ് ഡിഫക്റ്റ് ആയിരിക്കും. നമ്മുടെ ബോഡിക്ക് പെർമനന്റ് ആയിട്ടുള്ള ഡിഫക്റ്റ് വരും. മേ ബി ചില കേസുകളിൽ ഫുള്ളി ബോഡി എങ്ങനെയായിരിക്കും? ഫുൾ പാരലൈസ് ആവും, അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ട് നമ്മളിപ്പോ ഈ ഇമേജ് കാണുന്ന കുട്ടിക്ക് ആ കുട്ടിയുടെ റൈറ്റ് ലെഗിലാണ് പ്രശ്നം വരുന്നത്. ഓരോ രാജ്യങ്ങളിലും പോളിയോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പെർമനന്റ് ആയിട്ടുള്ള ഡിഫക്റ്റ് ആണ് ബോഡിക്ക് സംഭവിക്കുന്നത്. ഇതിന് ട്രീറ്റ്മെന്റ് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. പോളിയോ എന്ന് പറയുന്ന അസുഖത്തിന് ഇതുവരെയും എന്ത് കണ്ടെത്തിയിട്ടില്ല? ട്രീറ്റ്മെന്റ് കണ്ടെത്തിയിട്ടില്ല. പിന്നെ നമുക്കൊരു പരിധി വരെ ഇതിന് തടയാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി ഉണ്ടല്ലോ. ഫിസിയോതെറാപ്പിയിലൂടെ നമുക്കൊരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോളിയോനെ തടയാനായിട്ട് പറ്റും. എന്നാലും അത് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് പറ്റണമെന്നില്ല. പെർമനന്റ് ഡിഫക്റ്റ് ആണ്. മേ ബി നമ്മുടെ ബോഡി ഫുൾ പാരലൈസ് ആയിട്ട് പോകും, ഓർ നമുക്ക് പാർഷ്യൽ ആയിട്ടുള്ള ഇതേപോലെ നമുക്ക് ഡിഫക്ട്സും കാര്യങ്ങളും വരും. പോളിയോ എന്ന് പറയുന്നത് മലയാളം എന്താന്ന് അറിയാമോ? കേട്ടിട്ടുണ്ടാവുമല്ലോ. അഞ്ചാമനെയല്ല, പിള്ളവാതം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. നമ്മൾ all children take polio vaccine up to the age of 5 years. നമ്മൾ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്തായാലും പോളിയോ വാക്സിൻസ് എടുക്കണം. നമുക്ക് പോളിയോ എന്ന് പറയുന്ന അസുഖത്തിന് എന്തില്ല? ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ല. ഞാൻ പറഞ്ഞ പോലെ ഇതുവരെയും ട്രീറ്റ്മെന്റ് കണ്ടെത്തിയിട്ടില്ല. സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ഉണ്ട്, മെഡിസിൻസ് ഒന്നുമില്ല. സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഫിസിയോതെറാപ്പിയാണ് മെയിൻ ആയിട്ടുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പോളിയോ എന്ന് പറയുന്ന വാക്സിൻ നമ്മൾ കുട്ടികൾക്ക് BCG വാക്സിൻ കൊടുക്കൂല. കയ്യില് ഷോൾഡറിൽ തൊക്കിനും മുകളിലായിട്ട് നമ്മുടെ സ്കിന്നിനും വാക്സിൻ കൊടുക്കാറില്ലേ ജനിച്ച ഉടനെ തന്നെ? ഓർമ്മയുള്ളത്? ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കൊടുക്കുന്ന വാക്സിൻ ആണ് BCG വാക്സിൻ. BCG വാക്സിൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ OPV 0 ഡോസ് കൊടുത്തു തുടങ്ങും. OPVയുടെ 0 ഡോസ് കൊടുത്തു തുടങ്ങും. ദെൻ നമ്മുടെ പോളിയോ ജനിച്ച ഉടനെ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് 1.5 മാസത്തില് OPV ഫസ്റ്റ് ഡോസ് കൊടുക്കും. 2.5 മാസത്തില് OPVയുടെ സെക്കൻഡ് ഡോസ്. 3.5 മാസത്തില് OPVയുടെ തേർഡ് ഡോസ് കൊടുക്കും.
OPV തേർഡ് ഡോസ് വരെയും കൊടുക്കും. ഇത് കൂടാണ്ട് നമ്മൾ IPV കൊടുക്കും. IPV എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ ആണ്. OPV എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുള്ളിമരുന്നാണ്, ഓറൽ പോളിയോ വാക്സിൻ ആണ്. IPV എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചക്ഷൻ രൂപയാണ് നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുന്നതാണ്. അത് 1.5 മാസത്തിലാണ് IPVയുടെ ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നത്. ദെൻ IPVയുടെ സെക്കൻഡ് ഡോസ് നമ്മൾ കൊടുക്കുന്നത് 3.5 മാസത്തിലും, പിന്നെ തേർഡ് ഡോസ് കൊടുക്കുന്നത് നമ്മൾ 9 മാസത്തിലാണ് കൊടുക്കുന്നത്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ OPV വാക്സിൻസ് നമ്മൾ 5 വയസ്സ് വരെ ഓറൽ പോളിയോ വാക്സിൻ ആയിട്ട് എല്ലാ വർഷവും നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്. അപ്പൊ നമ്മൾ വാക്സിൻസും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് എടുക്കണം. വാക്സിൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് എടുത്തില്ലെങ്കിൽ ഇതേപോലത്തെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തടയാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് പോളിയോ എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ചാണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ വൈറസ്. പോളിയോ മെൻജൈറ്റിസ് എന്ന് പറയുന്ന വൈറസ് ആണ്. Fever is the first sign followed by the weakness of limbs. പിന്നീട് നമ്മുടെ കാലിന് നമ്മുടെ ലിംസിന് കാര്യങ്ങൾക്കൊക്കെ വീക്ക്നെസ് വരും. സംടൈം പാരലൈസ് ഓഫ് ദ ഹോൾ ബോഡി മേ ബി റിസൾട്ട്. നമ്മുടെ ബോഡി ഫുൾ ആയിട്ട് പാരലൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ദ ട്രീറ്റ്മെന്റ് ഈസ് ഫിസിയോതെറാപ്പി. ആകെയുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി ആണ്. ദ ഡിഫക്ട് മേ ബി പെർമനന്റ്. എന്നിരുന്നാലും നമുക്ക് വരുന്ന ഡിഫക്ട് പെർമനന്റ് ആയിരിക്കും, നമുക്ക് മാറില്ല. ഇനി ഡിസെൻട്രി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലല്ലോ, വലിയ പേര്. പോളിയോ മനസ്സിലായല്ലോ അവർക്കും. ഡിസെൻട്രി എന്ന് പറയുന്ന പേര് കേട്ടിട്ടുണ്ടോ? ഡിസെൻട്രി കേട്ടിട്ടുണ്ട്. ഡിസെൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഫുഡ് ഇൻഫെക്ഷൻ ആണ്. നമ്മളിപ്പോ കോമൺ ആയിട്ട് കേൾക്കുന്നതല്ലേ, എല്ലാവരും പറയുന്ന ഒരു വേർഡാണ് ഫുഡ് ഇൻഫെക്ഷൻ ആണ്. എന്തെന്ന് ജോലിക്ക് പോകാൻ അത് ഫുഡ് ഇൻഫെക്ഷൻ ആണ്, പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ ശരിയായില്ല എന്ന് തോന്നുന്നു. പണ്ട് നമ്മൾ ഈ ഫുഡ് ഇൻഫെക്ഷൻ കേട്ടിട്ടുണ്ടോ? കുറവാണ് അല്ലെ? കുറവാണ്, കേട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. കുറവാണ്. കാരണം നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന എന്താ പറയാ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് അധികം ഫുഡ് ഇൻഫെക്ഷൻ ഇല്ലായിരുന്നു എന്ന് പറയാം. ബട്ട് ഇന്ന് ഫുഡ് ഇൻഫെക്ഷൻ ആണെന്ന് ചിലപ്പോൾ ആഴ്ചയിൽ ആരെങ്കിലും ഒരാൾ, ഇപ്പൊ ഞങ്ങൾ ടീച്ചേഴ്സിന്റെ സംസാരത്തിൽ തന്നെ പറയും ഫുഡ് ഇൻഫെക്ഷൻ ആണ്, ഇന്ന ടീച്ചറിന്റെ വീട്ടിൽ ഫുഡ് ഇൻഫെക്ഷൻ ആണ്. ചോദിക്കും പുറത്തുനിന്ന് എവിടെയെങ്കിലും ഭക്ഷണം കഴിച്ചോ? കഴിഞ്ഞ ദിവസം ഇന്ന ഹോട്ടലിൽ നിന്ന് കഴിച്ചു എന്ന് പറയും. അപ്പൊ നമ്മള് അത് ഫുഡ് ഇൻഫെക്ഷൻ ആണ്, അത് അവിടെ നിൽക്കട്ടെ. ഡിസെൻട്രി എന്ന് പറയുന്നത് ഫുഡ് ഇൻഫെക്ഷന്റെ ഒക്കെ സിംറ്റംസ് ആണ് വരുന്നതെങ്കിലും ഡിസെൻട്രി കുറച്ച് എന്താണ്, കുറച്ചും കൂടി ഒരു സീരിയസ്നെസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. നമ്മുടെ ലൂസ് മോഷൻ ഉണ്ടാവും, അബ്നോർമൽ ആയിട്ട് ലൂസ് മോഷൻ വരും. അത് കൂടാണ്ട് നമുക്ക് ഫീവർ ഉണ്ടാവും. ഒരു 103 എബോവ് ഫീവർ വരുന്നു. നമ്മള് ഈ എക്സ്ക്രീറ്റ് നമ്മൾ മോഷൻ പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് ഉണ്ടാവും, നമ്മുടെ പൾസ് കൂടെ ബ്ലഡും കൂടി പോകും. വോമിറ്റിംഗ് ഉണ്ടാവും. ലൂസ് മോഷൻ പ്ലസ് വോമിറ്റിംഗ്. സാധാരണ വന്നവർക്ക് ഇനി ലൂസ് മോഷൻ ആണെന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം ആരോടും പറയില്ല കേട്ടോ. പക്ഷേ ഒരു ടൈം കഴിയുമ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല, മുതിർന്നവർക്കാണെങ്കിൽ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എന്റെ മോള് ചെറുതായിരുന്ന സമയത്ത്, എനിക്ക് തോന്നുന്നു 1.5 വയസ്സായിരുന്ന സമയത്ത്, അവർക്ക് ഇതേപോലെ ഡിസെൻട്രി ആയിരുന്നു. ലൂസ് മോഷൻ, അബ്നോർമൽ ആയിട്ടുള്ള മോഷൻ, ലൂസ് മോഷൻ. അത് നമുക്ക് മനസ്സിലാകും അത് ഡിസെൻട്രി ആണോ, ഒരു സാധാരണ എന്താ പറയാ ലൂസ് മോഷൻ ആണോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ലൂസ് മോഷൻ ഉണ്ട്. ആൾ ആ സമയത്തൊക്കെ ഓക്കെയാണ്. ഹസ്ബൻഡ് ജോലിക്ക് പോവാണ്, എറണാകുളത്ത് പോണത്. അപ്പം രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ലൂസ് മോഷൻ ആണ്, നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാം. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് വൈകുന്നേരം വന്നിട്ട് കാണിക്കാം, കുഴപ്പമില്ലല്ലോ ഇപ്പൊ വൈകുന്നേരം വന്നിട്ട് കാണിക്കാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഹസ്ബൻഡ് പോയി. ഞാൻ എന്റെ വീട്ടിലായിരുന്നു. വീട്ടിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആള് ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഫീഡ് ചെയ്യുന്ന സമയമാണല്ലോ, ഫീഡ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ആള് പെട്ടെന്ന് ലൂസ് മോഷൻ കൂടി, പെട്ടെന്ന് ലൂസ് മോഷൻ വന്നിട്ട് ആള് ഭയങ്കരമായിട്ട് തളർന്നു പോയി. 1.5 വയസ്സല്ലേ, ആള് പെട്ടെന്നായിരുന്നു വീക്കായി പോയത്.
അപ്പൊ എനിക്ക് പേടി, എനിക്ക് ഭയങ്കരമായിട്ട് കുട്ടികളുടെ അസുഖങ്ങളൊക്കെ വരുമ്പോ അമ്മമാർക്കുള്ള ഒരു ടെൻഷനാണ് പേടി. ഞാൻ എന്ത് ചെയ്തു, അച്ഛനോട് പറഞ്ഞു നമുക്ക് മാഷ് പറഞ്ഞ വരെ വെയിറ്റ് ചെയ്യണം, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ മോളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴേക്കും ആള് എന്താ പറയാ ഭയങ്കരമായിട്ട് വീക്കായി, എന്റെ കയ്യിൽ കിടന്നു. അത്രയും ഇതായിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്, ഭയങ്കര വീക്ക്. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ ഞാൻ എമർജൻസി ആണെന്ന് പറഞ്ഞ ഡോക്ടറെ കയറി കണ്ടു. ഡോക്ടർ എന്ത് ചെയ്തു, പ്രിസ്ക്രിപ്ഷൻ ഒന്നും എഴുതുന്നതിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്തു, ട്രിപ്പ് ഇടാനായിട്ട് എനിക്ക് കൊടുത്തു. ട്രിപ്പ് ഇടാൻ നോക്കി, പിന്നെ വായൊക്കെ തുറന്നു നോക്കിയപ്പോ വായിലൊന്നും വെള്ളമില്ലാത്ത പോലെ തോന്നി. എന്നുവെച്ചാൽ അപ്പൊ തന്നെ ട്രിപ്പ് ഇടാനായിട്ട് കൊടുത്തു. ട്രിപ്പ് ഇട്ടു. അത് കഴിഞ്ഞ് റൂമിലേക്കാണ് ഡോക്ടർ വന്ന് എന്ത് ചെയ്തത്, മെഡിസിൻസും കാര്യങ്ങളൊക്കെ എഴുതി തന്നത്. കാരണം ലൂസ് മോഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് മുതിർന്നവർക്ക് വന്നാൽ തന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ കുഞ്ഞു കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ കുറച്ചും കൂടി എന്താണ് ഡിഫിക്കൽട്ട് ആണ്. കാരണം നമ്മള് പെട്ടെന്നായിരിക്കും നമ്മുടെ ബോഡി വീക്ക് ആവുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ ആ ഒരു വീക്ക്നെസ്സും കാര്യങ്ങളും പെട്ടെന്ന് വരുന്നത്. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർജ്ജലീകരണം, നമ്മുടെ ബോഡിയിലെ വാട്ടർ നഷ്ടപ്പെട്ട് പോകുന്ന അവസ്ഥയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ വാട്ടർ നമുക്കറിയാം, നമ്മുടെ ബോഡിയിലെ എത്ര 75% എന്താണ് വാട്ടർ ആണ്. നമ്മുടെ ബോഡിയുടെ മിക്ക ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ നഷ്ടപ്പെട്ട് പോകുമ്പോഴാണ് ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നത്. അഡ്വാൻസ്ഡ് കണ്ടീഷൻ വന്നിരുന്നെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ ചെറിയൊരു കാര്യമാണ്, നിസ്സാരാണെന്ന് വിചാരിച്ച് ഡീഹൈഡ്രേഷനെ തള്ളിക്കളയരുത്, അല്ലെങ്കിൽ ഡിസെൻട്രിനെ തള്ളിക്കളയരുത്. മുതിർന്നവർക്കാണെങ്കിൽ പോലും ചിലപ്പോൾ ഡിസെൻട്രി വന്നു കഴിഞ്ഞാൽ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരും, മേ ബി ബോധക്ഷയം സംഭവിക്കും. ഇതെല്ലാം ഡിസെൻട്രിയുടെ സിംറ്റംസ് ആണ്. മുതിർന്നവരിലും വരാറുണ്ട് ഡിസെൻട്രി. ഇപ്പോൾ ലൂസ് മോഷൻ പ്ലസ് വോമിറ്റിങ്, പിന്നെ നമുക്ക് ബോധക്ഷയം സംഭവിക്കുന്നു, ചിലപ്പോൾ നമ്മൾ തല കറങ്ങുന്ന പോലെ തോന്നുന്നു, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ട്രിപ്പ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആവുന്നു. അപ്പോൾ ഡിസെൻട്രി എന്ന് പറയുമ്പോൾ സിംറ്റംസ് ഇതൊക്കെയാണ്, നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ഇനി ഡിസെൻട്രി വന്നു കഴിഞ്ഞാൽ ORS വെള്ളം കുടിക്കാം, അല്ലെ? 1 ലിറ്റർ, മുതിർന്നവരാണെങ്കിൽ 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിൽ ORS കലക്കി ആ വെള്ളം നമ്മൾ എന്ത് ചെയ്യാം, കുടിക്കാം. കുട്ടികളാണെങ്കിൽ 200 ml വെള്ളത്തിൽ ORS എന്തായാലും കലക്കി അല്ലെങ്കിൽ ആ സൊല്യൂഷൻ ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കാം. ദെൻ റൈസ് വാട്ടർ നമ്മൾ കൊടുക്കാം. അതേപോലെ തന്നെ ആപ്പിൾ ജ്യൂസ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കരിക്കും വെള്ളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൂസ് മോഷൻ ആണെങ്കിൽ ഈ ORS പോലെ തന്നെ കുടിക്കാൻ പറ്റുന്ന മറ്റൊരു ലായനിയാണ് ഇത് കരിക്കും വെള്ളം എന്ന് പറയുന്നത്. അതിൽ കുറേ പൊട്ടാസ്യത്തിന്റെ കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി എനർജി കിട്ടും. അതുകൊണ്ട് കരിക്കും വെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഡിസെൻട്രി ആണ് എന്ന് കൺഫേം ചെയ്യാൻ നമുക്കൊരു സിംറ്റം ഉണ്ട്. നമ്മുടെ വായിലൊന്നും വെള്ളമില്ലാത്തൊരവസ്ഥ പോലെ ഫീൽ ചെയ്യും. വായൊക്കെ വരണ്ട്, ചുണ്ടൊക്കെ ഡ്രൈ ആയി, നാവിലൊന്നും വെള്ളമില്ലാത്ത പോലെ തോന്നും. ദെൻ നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ നമുക്ക് തോന്നും, പക്ഷെ യൂറിൻ പോകില്ല, യൂറിൻ ഇല്ലാത്തൊരവസ്ഥ. അതും നമുക്ക് ഡിസെൻട്രിയുടെ സിംറ്റം ആയിട്ട് പറയാം. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ ഡിസെൻട്രി എന്താണ്. ദിസ് ഈസ് ദ ഡിസീസ് in which loose and abnormal motion are passed. പെയിൻ ഇൻ ദ സ്റ്റൊമക്, ഇതില് മെയിൻ ആയിട്ടുള്ള സിംറ്റം എന്ന് പറഞ്ഞാൽ ലൂസ് ആൻഡ് അബ്നോർമൽ മോഷൻ പാസ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്റ്റൊമക്കിൽ നല്ല പെയിൻ ഉണ്ടാവും. The pain in the stomach is usually attended by loose motion. നമ്മൾ പെയിൻ വരുന്നു, ലൂസ് മോഷൻ വരും. The motion contains pus and blood. പസും പിന്നെ ബ്ലഡും മെയിൻ ആയിട്ട് ഉണ്ടാവും. നമ്മുടെ മോഷൻ പാസ് ചെയ്യുമ്പോൾ അതിൽ ബ്ലഡിന്റെ അംശം ഉണ്ടാവും. The patient become very weak due to loss of water from the body. The patient പെട്ടെന്നായിരിക്കും എന്താവുക, വീക്ക് ആവുന്നത്. അത് എന്തുകൊണ്ടാണ്, നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഇങ്ങനെ ബോഡിയിൽ നിന്ന് വാട്ടർ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നമ്മൾ പറയുന്ന പേരാണ് ഡീഹൈഡ്രേഷൻ. പറഞ്ഞ ഡീഹൈഡ്രേഷൻ. The patient should be get prompt medical aid. എത്രയും പെട്ടെന്ന് മെഡിക്കൽ എയ്ഡ് പേഷ്യന്റിന് കിട്ടാൻ നമ്മൾ അവസരം ക്രിയേറ്റ് ചെയ്യണം. പേഷ്യന്റ് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ എയ്ഡ് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് 3 ഡിസീസിനെ കുറിച്ചിട്ടാണ്. ടെറ്റനസ്, പോളിയോ, ഡിസെൻട്രി. 3 ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. ഷോർട്ട് നോട്ട്, ലെക്ചർ നോട്ട് ചെയ്തിരുന്നില്ലേ നിങ്ങള്? ഓക്കെ, ഈ 3 നമ്മളൊന്ന് റീഡ് ചെയ്ത് നോക്കട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ചോദിക്കാം, ഞാൻ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ.
ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ് മാം. ഇനി നമ്മൾ നോക്കുന്ന അടുത്തൊരു ഡിസീസ് ആണ് ജോണ്ടിസ്. ആദ്യം വന്നിട്ടുണ്ട് ജോണ്ടിസ്? യെസ് മാം. ആ സമയത്ത് എന്തൊക്കെയായിരുന്നു സിംറ്റംസ്? ശബ്ദം ഉണ്ടായിരുന്നു, തലവേദന, ക്ഷീണം, പനി. ഓക്കെ, ഏതായിരുന്നു എന്ന് അറിയോ? ഏത് ഹെപ്പറ്റൈറ്റിസ് ആയിരുന്നു എന്ന് അറിയാവോ? സ്പെസിഫൈ ചെയ്ത് അറിയില്ല മാം. അന്നേരം കുറച്ച് ചെറിയ പ്രായത്തിലായതുകൊണ്ട് മഞ്ഞപ്പിത്തമാണെന്നുള്ള ഒരു അറിവുള്ളൂ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ജോണ്ടിസ് വന്നിട്ടുണ്ടോ? നമ്മള് ജോണ്ടിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ് ഇത് ജോണ്ടിസ് എന്ന് പറയുന്നത്. ജോണ്ടിസ് ഉള്ള ആളുകൾ നമ്മൾ കോവിഡ് സമയത്ത് കുറച്ച് സിംറ്റംസ് കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. ഐസൊലേഷൻ, അതേപോലെ അവർ യൂസ് ചെയ്യുന്ന പ്ലേറ്റ്സ്, അതേപോലെ തന്നെ ഗ്ലാസ് ഒന്നും മറ്റാരും യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കോവിഡ് ഉള്ള ആൾക്കാരും കോവിഡ് ജോണ്ടിസ് ഉള്ള ആൾക്കാരും എന്ത് ചെയ്യേണ്ടത്, കുറച്ച് പ്രിക്കോഷൻസും കാര്യങ്ങളും നോക്കേണ്ടത്. ജോണ്ടിസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സിംറ്റം മെയിൻ ആയിട്ട് നമ്മളുടെ ബോഡിയിൽ ഒരു ചെറിയൊരു മഞ്ഞ രാശി അത് ഉള്ളതാണ്, ഒരു സിംറ്റം ഉള്ളതാണ്. സാധാരണ നമ്മുടെ ഐസില് സാധാരണ നമ്മൾ കണ്ടെങ്കിൽ ചെറിയൊരു മഞ്ഞ രാശി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാം, മഞ്ഞപ്പിത്തമാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഈ റിക്കറന്റ് ആയിട്ടുള്ള ഫീവർ ആണ് ജോണ്ടിസിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. റിക്കറന്റ് ആയിട്ടുള്ള ഫീവർ ആണ്, നമ്മുടെ ബോഡിയിൽ ചെറിയൊരു മഞ്ഞരാശി അതേപോലെ തന്നെ റിക്കറന്റ് ആയിട്ടുള്ള ഫീവർ ഒക്കെ ഇതിന്റെ സിംറ്റംസ് ആണ് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. ജോണ്ടിസിൽ ഫീവർ ആൻഡ് വോമിറ്റിംഗ് സിംറ്റംസ് ആണ്. നമ്മള് എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെയും അതേപോലെ തന്നെ ജോൺസ് സ്പ്രെഡ് ആകുന്നത്. സോ തിളപ്പിച്ചാക്കിയ വെള്ളം മാത്രം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാം. സ്പ്രെഡ് പെട്ടെന്ന് ഈസിലി അത് സ്പ്രെഡ് ചെയ്യും. ജോണ്ടിസ് എന്ന് പറയുന്ന അസുഖം ഇപ്പൊ ഫാമിലി ഒരാൾക്ക് ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഈസിലി സ്പ്രെഡ് ചെയ്യും. അത് എക്സ്ക്രീറ്റ് ഓഫ് ദ പേഷ്യന്റ്, നമ്മളൊരു പേഷ്യന്റ് എക്സ്ക്രീറ്റിലൂടെയൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ് ഇത് ജോണ്ടിസ് എന്ന് പറയുന്നത്. അപ്പൊ ബാത്റൂം ഒക്കെ ഷെയർ ചെയ്യുന്നതിലൂടെ സ്പ്രെഡ് ആകും. അതേപോലെ തന്നെ ഉമിനീരിലൂടെ പ്ലേറ്റ്സ് ഗ്ലാസ് ഒക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്പ്രെഡ് ആകും. ഇത് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത് ലിവറിനെയാണ് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത്. സോ നമ്മള് ലിവറിന് ലോഡ് കൊടുക്കുന്ന ടൈപ്പ് ഫുഡ് ഒന്നും കൊടുക്കാതിരിക്കുക. വെച്ചിട്ടുണ്ടെങ്കിൽ ജോണ്ടിസ് ഒക്കെ വരുമ്പോൾ കുറച്ച് നമ്മൾ കഞ്ഞി അധികം ലോഡ് ആവാത്ത രീതിയിലുള്ള ഫുഡ് കഴിക്കും. ഇപ്പൊ ചിക്കൻ അതേപോലെ ഡൈജസ്റ്റ് ആവാനായിട്ട് ടൈം എടുക്കുന്ന ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ലിവറിന് അത് കുറച്ചും കൂടി ലോഡ് ആയിരിക്കും. സോ എന്താണ് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. അപ്പൊ ലോഡ് കുറഞ്ഞ ഫുഡ് കൊടുക്കുക. ദെൻ ഹ്യൂമൻ ടു ഹ്യൂമൻ സ്പ്രെഡ് ആവുന്ന ഒരു അസുഖമാണ് നമ്മള് വാട്ടറിലൂടെ സ്പ്രെഡ് ആവുമെന്ന് പറഞ്ഞു. യെല്ലോ ഐസ്, പിന്നെ യൂറിനിൽ ഒരു യെല്ലോ കളർ, ഇതെല്ലാം ജോണ്ടിസിന്റെ സിംറ്റംസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ജോണ്ടിസ് എന്നുള്ളത്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ വേരിയസ് ജേംസ് ഇൻ ബ്ലഡ്. നമ്മളുടെ ബ്ലഡിൽ വേരിയസ് ജേംസ് ആണ് ജോണ്ടിസ് എന്ന് പറയുന്ന അസുഖം കോസ് ചെയ്യുന്ന. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഹെപ്പറ്റൈറ്റിസ് എ ആണ്, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിൽ ജോണ്ടിസ് ആണെങ്കിൽ ചിലപ്പോൾ അത് മാറില്ല, അത് പെർമനന്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ആ ഒരു അസുഖം കണ്ടിന്യൂ ചെയ്യും. അത് ഒത്തിരി സീരിയസ് ആണ്. എപ്പോഴും ഈ ഒരു വ്യക്തിക്ക് ജോണ്ടിസ് വന്നുകൊണ്ടേയിരിക്കും. മഞ്ഞപ്പിത്തം വരും. അത് മേ ബി അതൊരു
ലൈഫ് ലോങ് ആയിട്ടുള്ള സ്പ്രെഡ് ചെയ്യുന്ന ഒരു ലൈഫ് ലോങ് നമ്മുടെ ഒരു അസുഖമാണ് എന്ത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്. ബാക്കിയുള്ള അസുഖം നമുക്ക് ട്രീറ്റ് ചെയ്താൽ മാറാവുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് ബി മറ്റുള്ളവരിലേക്കും സ്പ്രെഡ് ആവും. ശ്രദ്ധിക്കണം അത്. It is caused by the germs in blood and excrete of the patient. അപ്പോൾ നമ്മൾ പേഷ്യന്റ് ബ്ലഡിലൂടെയും അതേപോലെ തന്നെ എക്സ്ക്രീറ്റിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മൾ ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഈ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡൊണേഷനും കാര്യങ്ങൾ സ്വീകരിക്കുന്നത്. The germs affect the liver. ഞാൻ പറഞ്ഞു മെയിൻ ആയിട്ട് ഏത് ഇന്റേണൽ ഓർഗനെയാണ് ജോണ്ടിസിന് ജേംസ് അഫക്ട് ചെയ്യുന്നത് ലിവറിനെയാണ്. The medical aid is not properly given. നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തില്ല, മെഡിസിൻസ് ഒന്നും എടുത്തില്ലെങ്കിൽ the eyes become yellow in colors. ഐസ് എന്ത് ചെയ്യും? യെല്ലോ കളർ ആവും. At this stage, the activities of internal organs, especially the liver, become malfunctioning. അപ്പോൾ നമ്മളുടെ മറ്റ് ഇന്റേണൽ ഓർഗൻസിന്റെ ഫങ്ഷൻസ് ഒക്കെ പതുക്കെ സ്റ്റോപ്പ് ആവും. അതേപോലെ തന്നെ ലിവർ ഫങ്ഷൻ ചെയ്യാണ്ടാവും. ഫൈനലി ദ പേഷ്യന്റ് മേ ബി ഈവൻ ഡൈ. പേഷ്യന്റ് ഫൈനലി മരണം വരെ സംഭവിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ദ ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഗിവൺ ഇൻ സ്റ്റാർട്ടിങ് ഇറ്റ് സെൽഫ്. പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മള് ജോണ്ടിസ് ഓക്കെ ട്ടാ. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വല്ലതും വന്നിട്ടുണ്ടോ ക്ലാസ്സിനെ കുറിച്ചിട്ട്? പൂജ ഹോളിഡേസിന്റെ ക്ലാസ്സിനെ കുറിച്ചിട്ടൊക്കെ? ഇല്ല മാം. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരൂട്ടോ. നിങ്ങൾക്ക് മെസ്സേജ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടാവും. ക്ലാസ് ഉണ്ടെങ്കിൽ നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ മെസ്സേജ് ഉണ്ടാവും, ഇല്ലെങ്കിൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ ജോണ്ടിസിനെ കുറിച്ചിട്ടാണല്ലോ പറഞ്ഞത്. നോക്കാം. മെയിൻ ആയിട്ട് എന്താണ് നമ്മുടെ ബ്ലഡിൽ ജേംസിലൂടെ സ്പ്രെഡ് ചെയ്യുന്നു. പേഷ്യന്റ് എക്സ്ക്രീറ്റിലൂടെ സ്പ്രെഡ് ചെയ്യുന്നു. അതേപോലെ മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്ന ലിവറിനെയാണ്. പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ എയ്ഡ് കിട്ടിയില്ലെങ്കിൽ എന്താണ് നമ്മുടെ ഐസ് ബിക്കം യെല്ലോ, യൂറിന്റെ കളർ യെല്ലോ ആയിട്ട് മാറും. നമ്മൾ സിംറ്റംസ് നോക്കാം. ഫീവർ ഉണ്ട്. ഫീവർ നമുക്ക് റിക്കറന്റ് ആയിട്ടുള്ള ഫീവർ ആയിരിക്കും. നമ്മള് ഇപ്പൊ പാരസ്റ്റമോൾ സാധാരണ എന്താ ചെയ്യാ, പനി വരുമ്പോൾ നമ്മൾ പാരസ്റ്റമോൾ കഴിക്കും. അപ്പൊ അത് കുറച്ച് നേരത്തേക്ക് അതുണ്ടാവില്ല. വീണ്ടും അസുഖം വരുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? പാരസ്റ്റമോൾ കഴിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ട് ഡോക്ടറെ കാണാം, ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പോലും കുട്ടികളുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം. ഞാനൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്റെ ലൈഫിൽ നടന്നൊരു സംഭവം നിങ്ങളോട് ഷെയർ ചെയ്യാം. എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് വേറെ സെഷനാണ്. അവള് BA മലയാളമായിരുന്നു. അപ്പോ ആളും ഞാൻ ഒരുമിച്ച് ക്ലാസ്സിൽ പോകുന്നത്, കോളേജിൽ പോകുന്നതൊക്കെ ഒരുമിച്ച് ബസ്സിനാണ്, തിരിച്ചു വരുന്നത് ഒരുമിച്ചാണ്. അപ്പൊ നല്ല ഒരുമിച്ച് പോകുന്നത് സെയിം സ്റ്റോപ്പിലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ സംസാരിക്കുമല്ലോ, നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോ ഒരു സെക്കൻഡ് ഇയർ ആയ സമയത്ത് ആള് ഒരാഴ്ച ഒരു 2 ദിവസമായിട്ട് കണ്ടില്ല. ഞാൻ ഫ്രണ്ട്സിനോട് ചോദിച്ചു എന്ത് പറ്റിയതാണ്. അപ്പോ ഞങ്ങളുടെ കൂടെ ഉള്ള അവളുടെ വീടിന്റെ അടുത്ത് വരുന്ന കുട്ടികളോട് തന്നെ ചോദിച്ചപ്പോൾ പനിയാണ് എന്ന് പറഞ്ഞു. ഓക്കെ, പനിയല്ലേ, 2 ദിവസം കഴിയുമ്പോൾ കാണാലോ. അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ടും കാണുന്നില്ല. അപ്പൊ ചോദിച്ചു, അല്ല അവള് പനിയാണ്, വീട്ടിൽ തന്നെ ഉണ്ട്, ഡോക്ടറെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു. ഇങ്ങനെ ഒരു ആഴ്ച ഹോസ്പിറ്റലിലൊക്കെ പോയി അടുത്ത് ഡോക്ടേഴ്സ് ഇരിക്കൂലേ, ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി കാണുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, കുറയുന്നില്ല. വീണ്ടും ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, കുറയുന്നില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞു അവള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു. ഒരു ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജ് അവിടെ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ വിചാരിച്ചു സാധാരണ പനിയല്ലേ. അപ്പൊ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ മഞ്ഞപ്പിത്താണെന്ന് പറഞ്ഞു. ഓക്കെ, മഞ്ഞപ്പിത്തല്ലേ, കുഴപ്പമൊന്നുമില്ല. അത് മാറി ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു അസുഖമാണ്, ട്രീറ്റ്മെന്റ് എടുത്ത് പോരാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് അവൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്.
സോ നല്ല എമൗണ്ട്, ആള് ഫിനാൻഷ്യലി കുറച്ച് സ്റ്റേബിൾ അല്ലാത്തൊരു ഫാമിലിത്തെയാണ്. അപ്പോ ഞങ്ങളുടെ യൂണിയനിൽ പറഞ്ഞിട്ട്, കോളേജിലെ യൂണിയനിൽ പറഞ്ഞിട്ട് ഫണ്ട് റൈസ് ചെയ്യാന്ന് ഒരു കുട്ടി പറഞ്ഞു. ഓക്കെ, അങ്ങനെ ചെയ്യാം, എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം എന്ന് വെച്ചാൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് അന്ന് നമ്മള് എന്താ പറയാ ക്യാൻറ്റീനിൽ പോകാൻ പറ്റുന്ന ഒരു 10 റുപ്പീസ് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു സെറ്റ് ചെയ്തു. കോളേജിൽ ചെന്നു. കളക്ട് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് വന്നു. അനൗൺസ്മെന്റ് വരുന്നവരെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നില്ല. അനൗൺസ്മെന്റ് വന്നു, ഇന്ന ബാച്ചിൽ അല്ലെങ്കിൽ സ്ട്രീമിലെ ഒരു കുട്ടി ഇങ്ങനെ മരണം സംഭവിച്ചു, അതുകൊണ്ട് തന്നെ ക്ലാസ് ഇല്ല എന്നുള്ള അനൗൺസ്മെന്റ് വന്നത്. ശരിക്കും ഭയങ്കര ഷോക്കായിരുന്നു. അപ്പോ ഞങ്ങളെല്ലാവരും ആളെ കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട്സും പിന്നെ കോളേജിൽ നിന്ന് കുറെ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആള് ഭയങ്കരമായിട്ട് വീക്കായിട്ട്, നമ്മള് നേരെ കാണുമ്പോൾ നല്ല സുന്ദരി കുട്ടിയാണ്, ഒത്തിരി മുടിയൊക്കെ ഉണ്ട്, നല്ല ഭംഗിയെ കാണാനായിട്ട്. പക്ഷെ മരിച്ചു കഴിഞ്ഞ് കൊണ്ടുവന്ന് കിടത്തിയപ്പോ ഭയങ്കരമായിട്ട് സ്കെൽറ്റായി, ഒട്ടും ആരോഗ്യമില്ലാത്ത പോലെ. 2 ആഴ്ചയെ ഈ ജോണ്ടിസ് വന്നിട്ട് 2 ആഴ്ചയെ എടുത്തിട്ടുള്ളൂ, 2 ആഴ്ച ആയിട്ടുള്ളൂ. ഭയങ്കര സ്കെൽറ്റായി. ഒരു കുഞ്ഞു കുട്ടിയിലെ ഒരു 4ഓ 5ലോ പഠിക്കുന്ന കുട്ടീനെ കൊണ്ട് കിടത്തുന്ന പോലെയാണ് തോന്നിയത്. അപ്പൊ അത്രയും വീക്കായി. ആ ഒരു അസുഖം അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ നമ്മള് ശ്രദ്ധിക്കണം. ഈ മഞ്ഞപ്പിത്തം വന്നിട്ട് ന്യൂമോണിയ ആയിട്ട് മാറി. ന്യൂമോണിയ അത് ബ്രെയിനെ അഫക്ട് ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു കുട്ടി ഞങ്ങൾ വീട്ടിൽ പോയത്. അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു. നന്നായിട്ട് പാട്ട് പാടും, ടീച്ചർ ആവണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ അത് അതിൽ വെച്ച് പോയി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, അസുഖങ്ങൾ വരുമ്പോ നമ്മളുടെ പൊടിക്കൈകൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്യുന്നത് അത് വേണ്ട. കാരണം പ്രോപ്പറായിട്ട് ബ്ലഡ് ആണെങ്കിൽ ബ്ലഡ് അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യാം, എന്താണ് അസുഖം എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാം. ഇപ്പൊ വൈറൽ ഫീവർ ആണെങ്കിൽ നമുക്ക് 4 ദിവസം മെഡിസിൻ കൊടുത്തു കഴിയുമ്പോൾ 5ാമത്തെ ദിവസം അസുഖം മാറണം. എന്നിട്ടും അസുഖം മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോകാം, ബ്ലഡ് യൂറിനോ ടെസ്റ്റ് ചെയ്യിക്കാം, എന്നിട്ട് ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് അസുഖം എന്ന് കണ്ടെത്തിയിട്ട് ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാം. നിർബന്ധമായിട്ടും അങ്ങനെ തന്നെ ഫോളോ ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞ കുട്ടി എന്ന് പറയുന്നത് അത്യാവശ്യം എന്നെ പോലെ തന്നെ അത്യാവശ്യം ആരോഗ്യമുള്ള കുട്ടിയാണ്. പക്ഷെ പെട്ടെന്നാണ് അത് അഫക്ട് ചെയ്യുക. ലിവറിനെയൊക്കെ അഫക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ലിവർ ഒന്നും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യില്ല, നിങ്ങൾക്ക് വേണ്ട എനർജിയും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഡൈജഷന്റെ കാര്യത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഒരു ഓർഗനാണ് ലിവർ. അപ്പൊ അതിനെയൊക്കെ അഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ജോണ്ടിസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഈസിലി സ്പ്രെഡ് ആവുന്ന ഒരു അസുഖമാണ്, ശ്രദ്ധിക്കണം. അങ്ങനെ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കണം. ഇനി മലേറിയ എന്ത് വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ്? ഏത് കൊതുക് അറിയാമോ? അറിഞ്ഞൂടാ. ഡെങ്കു, ചിക്കൻഗുനിയ ഇതൊക്കെയാണ്. ഓക്കെ, അനോഫിലസ് മൊസ്കിറ്റോസ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, എഴുതി വെച്ചോ. ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ് മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ്. ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ് എന്ത് മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. ഈ മൊസ്കിറ്റോസ് പ്യുവർ വാട്ടറിലാണ് എന്ത് ചെയ്യുന്നത്, വളരുന്നത്. സോ ശുദ്ധജലങ്ങള് നല്ല രീതിയിൽ, ശുദ്ധജലങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, നമ്മള് വൃത്തിയാക്കാം. നമ്മുടെ വീടിന് ചുറ്റും പരിസരമൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ദെൻ രാത്രി കാലങ്ങളിലാണ് ഈ കൊതുകുകൾ നമ്മളെ ബൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് രാത്രി നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോ ചൂടൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വിൻഡോസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കിടക്കും അല്ലെ? അങ്ങനെ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ വിൻഡോസ് ഒന്നും ഓപ്പൺ ചെയ്യാറില്ല? അങ്ങനെ ചെയ്യും. എല്ലായിടത്തും അല്ല, എന്നാലും ചെയ്യുന്നവരുണ്ട്. കാരണം നമുക്ക് ആ ടെമ്പറേച്ചർ ഭയങ്കര ചൂടൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഒന്ന് കാറ്റെങ്കിലും വീശിയാലെന്ന് വിചാരിച്ച് നമ്മള് ജനലൊക്കെ തുറന്നിടും. അങ്ങനെ നമ്മൾ തുറന്നിടുമ്പോൾ ഈ മൊസ്കിറ്റോസും കാര്യങ്ങളും എന്താണ് റൂമിലേക്ക് എൻ്റർ ചെയ്യും. രാത്രിയിൽ നമ്മുടെ കുട്ടികളെ ഇത് എന്ത് ചെയ്യും, ബൈറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സാധാരണ മൊസ്കിറ്റോസിന്റെ ബൈറ്റിനേക്കാളും കുറച്ചും കൂടി വലിപ്പുണ്ടാവും ഈ അനോഫിലസ് മൊസ്കിറ്റോസിന്റെ ബൈറ്റ്സ്. അപ്പൊ നമ്മള് പിന്നെ വരുന്നത് ശക്തമായ പനി, വിറയലോട് കൂടിയ പനി, തലവേദന, ഛർദി, ഇതെല്ലാം മലേറിയയുടെ സിംറ്റംസ് ആണ് കേട്ടോ. കുറച്ച് പ്രശ്നമാണ്. അപ്പൊ
നമ്മൾ ഈ മൊസ്കിറ്റോസിന്റെ ബൈറ്റ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികളാവുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആവാം. മൊസ്കിറ്റോ നെറ്റ് ഒക്കെ നമ്മൾ പ്ലേസ് ചെയ്യാം റൂമിലും, അതേ ഡോറിന്റെ ഫ്രണ്ടിലും, അതേപോലെ ജനൽ പാളിയിലൊക്കെ നമ്മൾ മൊസ്കിറ്റോസിന്റെ നെറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ മലേറിയ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റും. Mosquitoes are mainly liable for spread of these disease. മെയിൻ ആയിട്ട് മൊസ്കിറ്റോസ് ആണ് ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. ഏത് മൊസ്കിറ്റോസ്? അനോഫിലസ് മൊസ്കിറ്റോസ് ആർ മെയിൻലി ലൈബിൾ ഫോർ സ്പ്രെഡ് ഓഫ് ദീസ് ഡിസീസ്. ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യുന്നതിന് മെയിൻ ആയിട്ടുള്ള കാരണക്കാര് അനോഫിലസ് മൊസ്കിറ്റോസ് ആണ്. When the mosquitoes bite, the germ get in the stream. നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്കാണ് ഈ മൊസ്കിറ്റോസ് ബൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ജേംസ് എൻ്റർ ആവുന്നു. ആൻഡ് ദെൻ ദ റെഡ് ബ്ലഡ് കോർപ്പസസ് നമ്മുടെ RBCനെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. സിവിയർ ഹെഡേക്ക്, റിക്കറന്റ് ഫീവർ, weakness of the body etc. are the common symptoms. ഫീവർ, ഹെഡേക്ക്, നമ്മുടെ ബോഡിക്ക് ഭയങ്കര വീക്ക്നെസ് ഫീൽ ചെയ്യും. ഇതെല്ലാം മലേറിയയുടെ ഇതാണ് കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഒരു അസുഖം ഉണ്ടല്ലോ, കോമൺ ആയിട്ട് ഇപ്പൊ എല്ലാ ന്യൂസിലും അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് കേൾക്കുന്ന ഒരു അസുഖം ഉണ്ടല്ലോ, ഏതാണത്? ഇപ്പൊ കേൾക്കുന്നില്ല നിങ്ങള്? എന്താ പറയാ, മലേറിയ അല്ല, മലേറിയ അല്ല, കോമൺ ആയിട്ടൊരു അസുഖത്തെ കുറിച്ച് ഇപ്പൊ ഇപ്പോഴും പത്രത്തിലും ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, അതിനെ കുറിച്ചിട്ട് നിങ്ങള് നമ്മളുടെ പോർഷനിൽ ഇല്ല. നമുക്ക് ആകെ 10 കോളർ വരെയുള്ള അസുഖങ്ങളാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കുറിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാള് 1-2 പേര് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരും, സെമിനാർ പോലെ. ആ അസുഖം എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? ഞാൻ പെണ്ണെടുത്തിട്ടില്ല, പെണ്ണെടുത്തിട്ട് വരട്ടെട്ടാ, നോട്ട് ചെയ്ത് വെക്കാനാ. ഓക്കെ, ആരൊക്കെയാണ് റെഡി ആയിട്ടുള്ളത്? MT17 ജിൻസി രാജുമാം. ഓക്കെ, ജിൻസി. ജയ്മോള് എഴുതാലോ. ജിൻസി രാജീവ്, ജയ്മോൾ അജീഷ്. ഒരാൾക്കും കൂടി ചെയ്യാം. ശ്രുതി MB കേട്ടാ. ശ്രുതി MB. നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും നമുക്ക് സെമിനാർസ് ഉണ്ട്. എല്ലാ യൂണിറ്റ്സിനും സെമിനാർസ് ഉണ്ട്. ചിലപ്പോ ഒരു 3 പേർക്കോ 4 പേർക്കോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാവരും ഇപ്പൊ ജിൻസിക്ക് നമ്മള് എന്താ പറയാ, മെനിഞ്ചൈറ്റിസിനെ കുറിച്ച് സെമിനാർ എടുക്കുകയാണെങ്കിൽ അടുത്ത സെമിനാർ എടുക്കേണ്ട മറ്റുള്ളവരായിരിക്കണം. എന്ന് വെച്ചാല് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ഒരാൾ തന്നെ എടുക്കേണ്ട, മാറി മാറി എടുക്കണം. ഓക്കെ, മനസ്സിലായോ? മാം, ഞാൻ വന്നിട്ട് അമേരിക്കൻ ബ്രെയിൻ ഫീവർ നോക്കിക്കോട്ടെ. എന്താണ് അമേരിക്കൻ ബ്രെയിൻ ഫീവർ? ബ്രെയിൻ ഫീവർ, അമേരിക്കൻ മസ്തിഷ്ക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആരതി മോനെ കൂടി പേര് എഴുതാം കേട്ടോ. ഓക്കെ, നമുക്കിപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് സെമിനാർ കണ്ടക്ട് ചെയ്യാനായിട്ട് അലോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ മലേറിയനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ടൈഫോയിഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ടൈഫോയിഡ്, സൽമനോല ബാക്ടീരിയം ടൈഫോയിഡ്. ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ പേര് എഴുതാൻ പോയപ്പോ മറന്നുപോയി. ബാക്ടീരിയ ആണ് ടൈഫോയിഡ് സ്പ്രെഡ് ചെയ്യുന്നത്. ബാക്ടീരിയ SALMONELLA എന്ന് പറയുന്നത്
ബാക്ടീരിയ, സൽമനോള ബാക്ടീരിയ ആണ് ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം ഒരു 3 മുതൽ 4 ആഴ്ച വരെയാണ് കോമൺ ആയിട്ട് കാണുന്നത്, പേഷ്യൻസിൽ കാണുന്നത്. റെഡ് കളറിലെ സ്പോട്ട് നമ്മുടെ ബോഡിയിൽ അപ്പിയർ ആവും. എങ്ങനെയാണ് റെഡ് കളറിലെ സ്പോട്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ റെഡ് കളറിലെ സ്പോട്ട്സ് ബോഡിയിൽ പല ഭാഗത്തായിട്ട് നമ്മുടെ ബോഡിയിൽ അപ്പിയർ ആവും. ഒത്തിരി ഇതേപോലത്തെ സ്പോർട്സ്, റോസ് കളറിലെ സ്പോട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ സ്പ്രെഡ് ആവും. കാണാൻ പറ്റും തോന്നുന്നു കേട്ടോ. റെഡ് കളറിലെ സ്പോട്സ് ബോഡിയിൽ അപ്പിയർ ആവും. ഹ്യൂമൻ ടു ഹ്യൂമൻ സ്പ്രെഡ് ചെയ്യുന്നതാണ് ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം. ദെൻ നമ്മള് സിംറ്റംസ് ആയിട്ട് പറയുകയാണെങ്കിൽ റെഡ് കളറിലെ സ്പോട്ട് പറഞ്ഞു, ഹെഡ് ഏക്ക്, ബോഡി പെയിൻ, ഫീവർ കാര്യങ്ങളാണ്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെയാണ് ടൈഫോയിഡിന്റെ ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആകുന്നത്. എന്ന് പറഞ്ഞാൽ ശുദ്ധി എന്താ പറയാ അത്രയും മലിനമായ വെള്ളത്തിലൂടെയാണ് ടൈഫോയിഡിന്റെ ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആകുന്നത്. ഫ്ലൈസിലൂടെയും ഈ ഒരു അസുഖം സ്പ്രെഡ് ആകുന്നുണ്ട്. ചില സമയങ്ങളിൽ മോഷൻ എങ്ങനെയായിരിക്കും, ലൂസ് മോഷൻ, അതേപോലെ വോമിറ്റിംഗ് ഒക്കെ ഇതിന്റെ സിംറ്റംസ് ആണ്. ഗ്രാജുവലി ദ ലിപ്പ് ആൻഡ് ടങ് വിൽ ബി ഡ്രൈ, നമ്മുടെ ചുണ്ടും നാവൊക്കെ നല്ല ഡ്രൈ ഒക്കെ ആവും. ഇറ്റ് റിമെയിൻസ് ഫോർ ഫ്യൂ ഡേയ്സ്. അതിനൊരു 3 മുതൽ 4 ആഴ്ച വരെയും ഈ ഒരു അസുഖം നമ്മളിൽ എന്താണ് ഉണ്ടാവും. ആ സമയത്ത് നമ്മളിലൂടെ ഈ അസുഖം എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പേഷ്യന്റ് എക്സ്ക്രീറ്റയിലൂടെ സ്പ്രെഡ് ആകും. അപ്പോൾ ബാത്റൂം കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഹ്യൂമൻ ടു ഹ്യൂമൻ സ്പ്രെഡ് ആകും, നമ്മുടെ ഉമിനീരിലൂടെയൊക്കെ സ്പ്രെഡ് ആകും, നമ്മൾ ശ്രദ്ധിക്കണം. ടൈഫോയിഡിന് വാക്സിൻസ് അവൈലബിൾ ആണ്. 70 to 80% പ്രൊട്ടക്ഷൻ ആണ്. 3 ഇയേഴ്സിൽ ഒരിക്കൽ നമുക്ക് ടൈഫോയിഡിന്റെ വാക്സിൻസ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ടൈഫോയിഡ് സ്പ്രെഡ് ആവുന്നത്. This disease propagates through water, dust, etc. വെള്ളത്തിലൂടെ, ഇപ്പോൾ ഡസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എയറിലൂടെ സ്പ്രെഡ് ആവുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഫ്ലൈസ് ഓൾസോ ഹെൽപ്സ് ഇൻ സ്പ്രെഡ് ഓഫ് ദിസ് ഡിസീസ്. ഈച്ചയും ഈ ഒരു ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട്. ഹെഡ് ഏക്ക്, ബോഡി പെയിൻ, ബ്ലീഡിംഗ് ആർ ദ സിംറ്റംസ്. എന്ന് വെച്ചാൽ ഹെഡ് ഏക്ക്, ബോഡി പെയിൻ ഒക്കെ അതിന്റെ സിംറ്റംസ് ആണ്. സംടൈംസ് ദ മോഷൻ വിൽ ബി ലൂസ് ആൻഡ് there may be vomiting also. ചില കേസുകളിൽ ലൂസ് മോഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. വോമിറ്റിംഗ്, ചില കേസുകളിൽ വോമിറ്റിംഗ് ഉണ്ട്. ഗ്രാജുവലി ദ ലിപ്പ് ആൻഡ് ടങ് വിൽ ബി ഡ്രൈ. നമ്മുടെ ചുണ്ടും നാവൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. ഇറ്റ് റിമൈൻസ് ഫോർ ഫ്യൂ ഡേയ്സ്. ദിസ് ഡിസീസ് ലാസ്റ്റ് ഫോർ 3 to 4 weeks. 3 മുതൽ 4 ആഴ്ച വരെയാണ് ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്നത്. റോസ് കളറിലെ സ്പോട്ട് ബോഡിയിൽ പ്രത്യക്ഷപ്പെടും. ക്ഷീണം ഉണ്ടാവും. വോമിറ്റിംഗ് പറഞ്ഞു. ചില കേസുകളിൽ ലൂസ് മോഷൻ ആണെങ്കിൽ ചില കേസുകളിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും റിസൾട്ട്. പിന്നെ തലവേദനയൊക്കെ ഇതിന്റെ സിംറ്റംസ് ആണ്. ടൈഫോയിഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പോവാവുന്ന അടുത്തൊരു അസുഖം എന്ന് പറയുന്നത് മീസിൽസ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ മീസിൽസിനെ കുറിച്ചിട്ട്. പക്ഷെ മലയാളം കേട്ടിട്ടുണ്ടാവും. മീസിൽസ് ഇംഗ്ലീഷ് കേട്ടിട്ടില്ലെങ്കിലും മലയാളം കേട്ടിട്ടുണ്ടാവും. 5-ാം പനി കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഈ 5-ാം പനിയാണ് മീസിൽസ് നമ്മൾ പറയുന്നത്. ഓക്കെ, മീസിൽസ് എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ആകുന്നത് മീസിൽസ് എന്ന് പറയുന്ന വൈറസിലൂടെ തന്നെയാണ്. 5-ാം പനി ഒരു എന്താ പറയാ, ഒരു 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് വരുന്നതെങ്കിൽ മേ ബി ഡിസബിലിറ്റീസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അവർക്ക് പെർമനന്റ് ആയിട്ടുള്ള ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഹിയറിംഗ് ഇമ്പയർമെന്റ്, കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്.
മീസിൽസ് എന്ന് പറയുന്ന അസുഖം കുഞ്ഞു കുട്ടികളിൽ വരാണെങ്കിൽ കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. 5-ാം പനി എന്ന് പറയും. എന്താണ് വൈറസ്, മീസിൽസ് എന്ന് പറയുന്ന വൈറസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഫീവർ, റെഡ് സ്പോട്ട്, ഇപ്പൊ കുട്ടിയുടെ ബോഡിയിൽ മൊത്തമായിട്ട് കാണുന്നില്ല റെഡ് കളറിലെ സ്പോട്ട്, അത് കാണാനുള്ള ചാൻസ് ഉണ്ട്. ഫേസിലും റെഡ് സ്പോട്ട്, ഐന്റെ ഭാഗത്തൊക്കെ റെഡ് കളറിലെ സ്പോട്ടുകൾ പ്രത്യക്ഷപ്പെടും. ദെൻ വരാതിരിക്കാനാണ് മാക്സിമം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് വരാതിരിക്കാൻ നോക്കാവുന്ന മെയിൻ ആയിട്ടുള്ള ഫാക്ടർ എന്താണ്? വാക്സിൻസ് ആണ്. മെയിൻ ആയിട്ടുള്ള വാക്സിൻസ് ആണ്. വാക്സിൻ നിങ്ങൾ MR വാക്സിൻ കേട്ടിട്ടുണ്ടോ? 9 മാസത്തിൽ കൊടുക്കുന്ന MR വാക്സിൻ, മീസിൽസ് റുബലയുടെ വാക്സിൻ. അതും MMR വാക്സിൻ കേട്ടിട്ടുണ്ടോ? 18 മാസത്തിൽ 1.5 വയസ്സിൽ കൊടുക്കുന്ന MMR ബൂസ്റ്റർ ഡോസ്. ഈ 2 വാക്സിൻസ് ആണ് മീസിൽസ് എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന 2 വാക്സിൻസ്. നമ്മൾ കുട്ടികൾക്ക് ഈ 2 വാക്സിൻസും കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യാം? കൺഫേം ചെയ്യാം. ദെൻ ഈ ഒരു അസുഖം കണ്ണീരിലൂടെ, കുട്ടിയുടെ കണ്ണീരിലൂടെ സ്പ്രെഡ് ആവും, ക്ലോസ് കോണ്ടാക്റ്റിലൂടെ സ്പ്രെഡ് ആവും. പിന്നെ ഒരു കാര്യം, മീസിൽസ് എന്ന് പറയുന്ന അസുഖം ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ചും കൂടി പ്രിക്കോഷൻസ് എടുക്കണം. മീസിൽസ് എന്ന് പറയുന്ന അസുഖം നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ അസുഖമോ അല്ലെങ്കിൽ സിംറ്റംസോ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഐസൊലേറ്റ് ചെയ്യാണ് വേണ്ടത്. മീസിൽസ് പിന്നെ ന്യൂമോണിയ ആയിട്ട് തിരിയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം അത് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രോപ്പർ ആയിട്ട് എന്തെടുക്കണം? ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് എന്താണ് മീസിൽസ് നോക്കാം കേട്ടോ. ഇറ്റ് ഈസ് എ കോമൺ ഡിസീസ് എമംഗ് സ്കൂൾ ചിൽഡ്രൻസ്. കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഡിസീസ് ആണ് എന്ത്? മീസിൽസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ വൈറസ്. മീസിൽസ് വൈറസ് തന്നെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഇൻ ദ ബിഗിനിങ് ദർ വാസ് എ കോൾഡ് കഫ് ഫീവർ. തുടക്ക ടൈമില് കഫ്, കോൾഡ്, ഫീവർ ഒക്കെ ആയിട്ടാണ് വരുന്നത്. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് റെഡ് സ്പോട്ട് അപ്പിയർസ്. കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ബോഡിയിൽ റെഡ് സ്പോട്ടും കാര്യങ്ങളും അപ്പിയർ ചെയ്യുന്നത്. ഇമ്മ്യൂണൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അഗെയിൻസ്റ്റ് മീസിൽസ്. മീസിൽസിനെതിരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വരാതിരിക്കാൻ നോക്കുക എന്നാണ്. അതേപോലെ തന്നെ ഇമ്മ്യൂണൈസേഷനും നമ്മൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, ഈ 2 അസുഖങ്ങളും നമ്മളിപ്പോ ജോണ്ടിസ് മുതലല്ലേ റീഡ് ചെയ്യാത്തത്? ജോണ്ടിസ്, മലേറിയ, ടൈഫോയിഡ്, മീസിൽസ്, ഇതുവരെ ഒന്ന് റീഡ് ചെയ്തേ.
ഓക്കെ, അപ്പൊ കോളറ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കോളർ കംപ്ലീറ്റ് ചെയ്യാം. ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കോളർ എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ് സെമിനാർ പ്രിപ്പയർഡ് ആയിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാം കേട്ടോ. മിസ്സേ, ഒരു സംശയം. ശ്രുതി പറഞ്ഞോ. സെമിനാർ എങ്ങനെ ബുക്കിൽ എഴുതിയാൽ മതിയോ? സെമിനാർ ബുക്കിൽ നിങ്ങൾ പ്രസന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഒരു ബുക്കിൽ എഴുതാവുന്നതാണ്. പക്ഷെ നിങ്ങൾ പ്രസന്റ് ആണ് ചെയ്യേണ്ടത്. സെമിനാർ ചില കുട്ടികൾ PPT വെച്ച് പ്രസന്റ് ചെയ്യാറുണ്ട്, പവർ പോയിന്റ് പ്രസന്റേഷൻസ് വെച്ചിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്. ചില കുട്ടികൾ സാധാരണ അത് റീഡ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു തരും. ചിലർ ഇമേജ് ഷെയർ ചെയ്ത് പ്രസന്റ് ചെയ്യാറുണ്ട്. ആസ് യുവർ വിഷ്, നിങ്ങൾ എങ്ങനെയാണോ സെമിനാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ പ്രസന്റ് ചെയ്യും. ഓക്കെ മിസ്, താങ്ക് യു. ഓക്കെ, സൈൻ ഔട്ട് ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് മുതൽ സൈനിങ്ങും സൈൻ ഔട്ടും വേണം. സൈൻ ഔട്ടിന്റെ കാര്യത്തിൽ നമ്മൾ എന്തെടുത്ത ടോപ്പിക്കിനെ കുറിച്ച് ഒന്ന് സമ്മപ്പ് ചെയ്ത് പറഞ്ഞാൽ മതി. ഇന്ന് എന്റെ ടീച്ചറാണ് ക്ലാസ് എടുത്തത്, ഇതിന്റെ ടോപ്പിക്സ് കവർ ചെയ്തു, നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ അതിന്റെ സെമിനാർ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് താങ്ക് യു കൂടി പറയാം. അപ്പൊ അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് സൈനിങ്ങും സൈൻ ഔട്ടും ഫോളോ ചെയ്യാം കേട്ടോ. താങ്ക് യു ഓൾ. Thank you, Miss. Thank you, ma'am. Thank you, ma'am. Thank you, miss. Thank you, ma'am.